നന്ദി. സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കേരളം 60 വയസ്സിലേക്ക് കടക്കുന്നു. തീർച്ചയായും ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരവസരമാണിത്. കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് കേരളം എന്നൊരു വികാരം നിലനിന്നിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. മലബാറും കൊച്ചിയും തിരുവിതാംകൂറുമായി നിന്ന ഈ പ്രദേശങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച കേരളം ഇന്ന് ലോകത്തെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു പ്രദേശമായി മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി രമണീയമായ ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളം 60 വർഷങ്ങളിൽ നേടിയെടുത്ത നേട്ടങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. നമ്മുടെ പൂർവികന്മാർ അവരുടെ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനം കെട്ടിപ്പടുത്തത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ രണഭൂമികളിൽ ജീവാർപ്പണം ചെയ്ത ധീരന്മാരായ രക്തസാക്ഷികളെ ഞാൻ ഓർക്കുന്നു. വൈദേശിക ഭരണകൂടത്തിനെതിരായി ധീരമായ പോരാട്ടം നടത്തി മഹാത്മാഗാന്ധിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും കോടാനുകോടി വരുന്ന ഇന്ത്യൻ ജനങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടം, ആ പോരാട്ടത്തിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ, ഇതെല്ലാമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം കൊണ്ട് മുഖരിതമായ മലബാർ പ്രദേശം, പ്രജാമണ്ഡലത്തിന്റെ കരുത്തുകൊണ്ട് സമ്പന്നമായ കൊച്ചി പ്രദേശം, തിരുവിതാംകൂറിൽ രാജഭരണത്തിനെതിരായും ദിവാൻ ഭരണത്തിനെതിരായും അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പുണ്യഭൂമിയായ തിരുവിതാംകൂർ, ഇത് മൂന്നും ഒരുമിച്ച് സമ്മേളിച്ചപ്പോഴാണ് കേരളം എന്ന അതിമനോഹരമായ ഈ ഭൂപ്രദേശം ഉടലെടുത്തത്. ഈ കേരളം എന്ന വികാരം എന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. 1921 ഏപ്രിൽ 5-ാം തീയതി ഒറ്റപ്പാലത്ത് ചേർന്ന KPCCയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിലാണ് ആദ്യമായി ഐക്യ കേരളം എന്ന പ്രമേയം പാസാക്കിയത്. മഹാനായ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, മഹാനായ പനമ്പള്ളിയെ പോലെ, പട്ടംതാളുപിള്ളയെ പോലെ, സി കേശവനെ പോലെ, ആർ ശങ്കരെ പോലെ, TM വർഗീസിനെ പോലെയുള്ള ധീരന്മാരായ നേതാക്കന്മാർ അവരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നടത്തിയ വലിയ ത്യാഗോജ്ജലമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിന് രൂപം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചത്. ആദ്യത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുതൽ ഇന്ന് വരെ അധികാരത്തിൽ വന്ന എല്ലാ ഗവൺമെന്റുകളും കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ ഗവൺമെന്റുകളുടെയും നേട്ടങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഓരോ ഗവൺമെന്റുകളും തങ്ങളുടെ കാലയളവിനുള്ളിൽ കേരളത്തെ സമ്പന്നമായ സംസ്ഥാനമാക്കാനും സാമൂഹ്യമായും സാംസ്കാരികമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും പുരോഗതിയിലേക്ക് എത്തിക്കാനും നടത്തിയ പരിശ്രമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ നമ്മൾ കേരള മോഡൽ എന്ന പേരിൽ വിളിക്കാറുണ്ട്. കേരള മോഡൽ ലോകം മുഴുവൻ വാഴ്ത്തിയ ഒരു മോഡലാണ്. വികസനത്തിന്റെയും പുരോഗതിയുടെയും പാതയിലൂടെ കേരളം മുന്നോട്ട് പോയപ്പോൾ ലോകം അത് ശ്രദ്ധിച്ചു. ലോകം കാതോർത്തിരുന്നു. കേരളം കൈവരിക്കുന്ന ഈ വലിയ പുരോഗതി അത് വിശകലനം ചെയ്യാൻ ലോക സമൂഹം തന്നെ മുന്നോട്ട് വന്നു. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളം കൈവരിച്ച പുരോഗതി, ആ
പുരോഗതിയുടെ നിറം മങ്ങി എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. കേരള മോഡലിന് പുതിയ ആഖ്യാനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പുതിയ കേരള മോഡലിന് രൂപം കൊടുക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ലോകം മാറുന്നു, ഇന്ത്യ മാറുന്നു, ചിന്തകൾ മാറുന്നു, സ്വപ്നങ്ങൾ മാറുന്നു. അതിനനുസരിച്ച് പുതിയ കേരളത്തിനെ കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഇന്നത്തെ തലമുറയ്ക്കുള്ളത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നാം കൈവരിച്ച പുരോഗതി, അതോടൊപ്പം ഉയർന്ന സാക്ഷരത, ഉയർന്ന ആയുർദൈർഘ്യം, കുറഞ്ഞ ശിശുമരണ നിരക്ക്, ഇവയിലെല്ലാം നമ്മൾ അഭിമാനിക്കുമ്പോഴും നമുക്കിനിയും വളരെയേറെ നേട്ടങ്ങൾ കൈവരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഈ കേരള മോഡലിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ വർത്തമാനകാലത്തെ വെല്ലുവിളികളെ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇന്നെല്ലാ രാജ്യവും ചിന്തിക്കുന്നത് സുസ്ഥിരമായ വികസനത്തെ സംബന്ധിച്ചാണ്. സുസ്ഥിര വികസനം കൈവരിക്കാൻ വേണ്ടി രാജ്യങ്ങൾ ഒട്ടാകെ കഠിനമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നു. എങ്ങനെ കേരളത്തിന് ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമുക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ആലോചിക്കേണ്ടതായിട്ടുള്ളത്. മോഡലുകൾ പലതും നമ്മുടെ മുമ്പിലുണ്ട്. ആ മോഡലുകളുടെ പിന്നാലെ പോകാതെ സ്വയം മോഡൽ കണ്ടെത്തുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. ആഗോളീകരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺസെപ്റ്റുകൾ മാറ്റി എഴുതേണ്ടി വരും. ചരിത്രത്തിൽ തിരുത്തലുകൾ വേണ്ടി വരും. ചരിത്രത്തിൽ ആവേശം കൊള്ളുന്നതോടൊപ്പം ചരിത്രത്തെ നിർമ്മിക്കാനും ഉള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അതിനായി ഒരു പുതിയ വികസന മോഡൽ വേണം. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതായിരിക്കണം. കേരള കോണ്ടെക്സ്റ്റിൽ അത് റീഡിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാനവ വിഭവശേഷിയുടെ വറ്റാത്ത അക്ഷയ ഖനിയുള്ള നാടാണ് കേരളം. അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമിയുടെ പ്രശ്നമാണ്. ആ ഭൂമിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നദികൾ, കാടുകൾ, മലകൾ, വൃക്ഷലതാദികൾ, ജലം, കായൽ, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, നിരവധി ഭീഷണികൾ ഇന്ന് നേരിടുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം. അവയെല്ലാം കോർത്തിണക്കുന്ന ഏക കണ്ണി എന്ന് പറയുന്ന ഭൂമിയാണ്. കടലോരത്തും കായലോരത്തും മലകളിലും നദീതടങ്ങളിലും ഭൂമിയാണ് പ്രശ്നം. ഭൂരഹിതർ 2,02,249 പേരുണ്ട് എന്നാണ് കണക്ക്. നെൽപ്പാടങ്ങൾ നികത്തുന്നതും ഭൂമിക്ക് വേണ്ടി തന്നെയാണ്. വികസനത്തിന് ഭൂമി വേണം, ഭൂമിയില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഫ്ലിക്റ്റുകൾ വെള്ളത്തിന് വേണ്ടിയാണെങ്കിൽ, ഭക്ഷ്യസാധനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, കേരളത്തിൽ ഉണ്ടാകുന്ന മത്സരവും കോൺഫ്ലിക്റ്റും ഭൂമിക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയെ പരിപോഷിപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായ തലത്തിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വാർത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ ക്യാരിയിങ് കപ്പാസിറ്റി മനസ്സിലാക്കിക്കൊണ്ടുള്ള സമീപനമാണ് നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. അതിലേക്ക് കേരളം മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. വികസനം നടപ്പാക്കുമ്പോൾ ഓരോ പ്രദേശത്തിന്റെയും സസ്റ്റൈനബിൾ റിപ്പോർട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് ആ പ്രദേശത്തിന് അത് താങ്ങാൻ കഴിയുമോ എന്നുള്ള വസ്തുതാപരമായ പഠനത്തിന് ശേഷമായിരിക്കണം നമ്മളുടെ വികസനം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മണ്ണ്, കാട്, കണ്ടൽക്കാട്, പ്രകൃതി എന്നിവയെ സംരക്ഷിച്ചുകൊണ്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയ വികസനം അതായിരിക്കണം നമുക്ക് ഇനിയും സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഇന്ന് കേരളത്തിന്റെ ഒരു പ്രത്യേകതയായി വളർന്നു വരുന്നു. ഇത് ഉൾക്കൊള്ളാനുള്ള ക്യാരിയിങ് കപ്പാസിറ്റി കേരളത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ആരൊക്കെയോ കേരളത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നു. കേരളത്തിൽ നിലനിൽക്കുന്ന ഭൂമിയിൽ ഒരു വലിയ പങ്കും പലരുടെയും കൈകളിലാണ്. വിദേശാധിപത്യത്തിന്റെ കീഴിൽ പലരുടെയും കൈകൾ ഉണ്ടായിരുന്ന ഭൂമി ഇന്നും അവരുടെ കയ്യിൽ തന്നെ നിൽക്കുന്നു. നമ്മുടെ ആവശ്യത്തിന് ഭൂമിയില്ല. ഒരു തിരുത്തൽ ഇതിനാവശ്യമില്ലേ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണമോ
അതുണ്ടാകാത്തത് കൊണ്ടാണ് സമൂഹത്തിൽ അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നത്. നവോത്ഥാന കാലഘട്ടത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരള സമൂഹം മുന്നോട്ട് പോകുന്നത്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യ വൈകുണ്ഠസ്വാമിയും മഹാത്മാ അയ്യങ്കാളിയും ഒക്കെ കാട്ടിയ വഴികളിലൂടെ കേരള സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ഇന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് കാണാതെ കടന്നു പോകാൻ സാധ്യമല്ല. വർഗീയത വളരുന്നു, വിഘടനവാദം ശക്തിപ്പെടുന്നു, തീവ്രവാദം ഉയർന്നു വരുന്നു എന്നുള്ളതെല്ലാം ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, പാവപ്പെട്ടവർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അവരുടെ സാമ്പത്തികമായ നില കൂടുതൽ പ്രയാസകരമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു കാര്യം കാണാൻ കഴിയേണ്ടത് സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണത്തിലൂടെ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ. Half of the world's wealth now is in the hands of 1% population. ലോകത്തുള്ള സമ്പത്തിന്റെ പകുതി 1% ജനങ്ങളുടെ കൈകളിലാണ്. ദരിദ്രർ കൂടുതൽ ദരിദ്രരായി മാറുന്ന ഈ അവസ്ഥാവിശേഷത്തിൽ നമുക്ക് മാറണം. കേരളം ഇന്ന് നേടിയിട്ടുള്ള പുരോഗതിയുടെ പിന്നിൽ പ്രവാസികളുടെ ഏറ്റവും വലിയ കഠിനാധ്വാനമുണ്ട്. മണലാരണ്യങ്ങളിൽ ജീവിതം കണ്ടെത്തിയ പ്രവാസികൾ, യൂറോപ്പിലും അമേരിക്കയിലും പോയി പണിയെടുക്കുന്ന കേരളീയർ, അവർ നൽകുന്ന NRI റെമിറ്റൻസ് ആണ് കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. കേരളത്തിന്റെ പുരോഗതി തീർച്ചയായും നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രയത്നം നമ്മൾ അവരെ അഭിനന്ദിക്കുന്നു. ഈ സമയത്ത് മുഴുവൻ പ്രവാസികളെയും സല്യൂട്ട് ചെയ്യാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് സർ. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ കൊലപാതകങ്ങൾ, അസ്വസ്ഥതകൾ, അനാവശ്യമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിന് പുതിയ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ. കേരളപ്പിറവിയുടെ 60ാം വാർഷിക ആഘോഷത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തത്സമയം മറ്റുള്ള സന്നിധരായിരിക്കുന്ന ഏവരും നിങ്ങൾക്ക് എൻ്റെ അഭിവാദനം. ഈ കേരളം ഈ അടുത്ത ഒരു വർഷം കൊണ്ട് കേരളമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും അതിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊള്ളുന്നു. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, രാഷ്ട്രീയം വലുതായി മനസ്സിലാക്കിയിട്ടുള്ളവനല്ല. എന്നാൽ മനുഷ്യത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും കുറച്ചൊക്കെ മനസ്സിലാക്കി കുറെ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്ന് നമ്മുടെ ആവശ്യം എന്താ? നിങ്ങൾക്ക് പറയാം. നമ്മുടെ ആവശ്യം ദൈവം ആഗ്രഹിച്ച രീതിയിലുള്ള മനുഷ്യർ കേരളത്തിൽ വളർന്നു. മനുഷ്യൻ ഇന്ന് നമ്മൾ കാണുന്നവരൊക്കെ മനുഷ്യരാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യർ അധികം വരും. എന്നാൽ അത് പോയിട്ട് മനുഷ്യത്വം വീണ്ടെടുത്ത് മനുഷ്യന് വേണ്ടിയാണ് ജീവിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു അങ്ങ് ഈശ്വരനെ നേരിട്ട് കണ്ടിട്ടുണ്ട്? അപ്പോൾ പരമഹംസൻ ഒരു മിനിറ്റ് ശാന്തമായിരുന്നിട്ട് പറഞ്ഞു, നിന്നിലുള്ള ദൈവത്തെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ കണ്ടു. ദൈവത്തെ നാം കാണുന്നത് മറ്റുള്ളവരിലും പ്രകൃതിയിലുമാണ്. സ്വർഗത്തിൽ, ഭൂമിയിൽ. അതുകൊണ്ടാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നത്. അവിടെയാണ് ദൈവത്തെ കാണുന്നത്. നമ്മൾ പലപ്പോഴും അവിടുന്ന് ദൈവത്തെ കാണാൻ ഭൂമി വിടാൻ, അത് ശരിയാണ്.
ഭൂമി ദൈവത്തിന്റെ വാസസ്ഥലമാക്കി. അപ്പോഴാണ് അവിടെ താമസിക്കുന്നവർ ദൈവത്തിന്റെ മക്കളായി. അതിനാണ് നമ്മുടെ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി. ദൈവത്തെ ഇവിടെ കാണും. മനുഷ്യന് ദൈവത്തെ കാണും, സമൂഹത്തിൽ ദൈവത്തെ കാണും. അതായത് ഞങ്ങളുടെ കുമ്പനാട്ടെ വല്യപ്പന്മാർക്ക് താമസിക്കാനൊരു വീട്, അതിൻ്റെ ഒരു വാർഷിക യോഗത്തിന് മദർ തെരേസയെ വിളിക്കാൻ മറ്റൊരു ഞാൻ പറഞ്ഞു, അമ്മ അവിടെ ഇങ്ങനെ വിളിക്കൊണ്ട് അമ്മ വന്ന് ഞങ്ങളോടൊരു ഗുണദോഷമൊക്കെ പറഞ്ഞ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അമ്മ ഉടനെ പറഞ്ഞു, ഞാൻ മരുത്തുമില്ല, അത് പണിക്ക് എനിക്ക് അതിന് പങ്കുമില്ല. ഞാൻ പറഞ്ഞു, അമ്മ പാവങ്ങളുടെ ജോലി ചെയ്യാനൊക്കെ പറഞ്ഞു, ഇപ്പം അവരെ കൈവിടുകയാണ് ചെയ്യുന്നത്. ഉടനെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ അവരെ നോക്കാൻ. അത് മദർ തെരേസ മരിച്ചു കഴിഞ്ഞപ്പോൾ അത് കേരളത്തോട് പറഞ്ഞ ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് മീറ്റിങ്ങിൽ നടക്കാൻ ആഫീസ് ജോലി ചെയ്യണം. അപ്പോൾ പണ്ട് സ്ത്രീയാണ് ലോകത്തെ രക്ഷിച്ചതെങ്കിൽ ഇപ്പോൾ ഒരു പുരുഷനാണ് രക്ഷിക്കുന്നത്. മദർ തെരേസ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുമതലകൾ വിശ്വസ്തയോടും മറ്റ് സമൂഹത്തിൻ്റെ നന്മയ്ക്കുമായി പ്രവർത്തിക്കുകയാണെങ്കിൽ കേരളമായി തീരും. അതിൻ്റെ അടിസ്ഥാന കല്ല് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി. കേരളത്തിൻ്റെ ഭാവി ഈ അസംബ്ലി. അതുകൊണ്ട് ഇവിടെ ഇന്ന് നടക്കുന്ന യോഗമാണ് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നതിന് സഹായിക്കും. ഞാൻ ഒരു റെയിൽവേ പോർട്ടറായിട്ട് 3 മാസം ജോലി ചെയ്തു. ഒരു ദിവസം ഒരു നല്ല വെൽ ബിൽറ്റ് മാൻ അതുപോലുള്ള ഒരു ഭാര്യയുമായിട്ട് അവിടെ ട്രെയിനിൽ വന്നിറങ്ങി. നല്ല 2 പേർക്കും കൂടെ ഒരു പെട്ടിയേ ഉള്ളൂ. അപ്പോൾ അത് വലിയൊരു പെട്ടിയാണ്. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, സാറേ ഈ പെട്ടി ഇവിടെ നിന്നെടുത്ത് അവിടെ വെളിയിലുള്ള സാറിൻ്റെ കാറിൽ ഞാൻ വെച്ച് സാർ എനിക്ക് എന്തോ തരും. അദ്ദേഹം പറഞ്ഞു, അതിനൊക്കെ നിയമമുണ്ടതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം നിയമത്തിൽ ജീവിക്കുന്ന ആളാണ്, മനുഷ്യത്വമുള്ളവനാണ്. ഞാൻ പറഞ്ഞു, സാറേ ഞാനൊരു കാര്യം പറയാം. സാറ് വിചാരിച്ചാൽ ഈ പെട്ടി പോക്കാൻ നോക്കുക, ഞാനാണെങ്കിൽ വിചാരിച്ചാലോ. സാറ് എന്നെ പിണക്കി വിട്ടാൽ ഇവരാരും എടുക്കുക. അപ്പോൾ സാറ് വെട്ടി ഇട്ടേച്ച് പോവുകയുള്ളൂ നിവൃത്തി. അതുകൊണ്ട് സ്വല്പം കൂടെയൊക്കെ മയമായി ഒന്ന് സംസാരിക്കണം. അപ്പോഴാണ് അങ്ങനെയൊക്കെ മനസ്സിലായത്. ഇവന്മാരെല്ലാം കൂടെ കൂടിയെങ്കിൽ പെട്ടി അദ്ദേഹം എടുക്കേണ്ടി വരും. അദ്ദേഹം പെട്ടി എടുക്കുകയാണെങ്കിൽ അങ്ങനെ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചെന്നാൽ നീ പറ എത്ര രൂപ തരണം. ഞാൻ പറഞ്ഞു, സാറേ ഇത് എടുത്ത് സാറിൻ്റെ കാറിൽ വെക്കുകയാണെങ്കിൽ 20 മിനിറ്റ് വെച്ചിട്ട് തിരിച്ചുകൂടെ വരാം. സാറ് 20 മിനിറ്റ് ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും? അതിൻ്റെ പകുതി എനിക്ക് തന്നാൽ മതി. ഉടനെ അങ്ങേര് പറഞ്ഞു, നീ വലിയ മിടുക്കനാണ്. ഞാൻ പറഞ്ഞു, മിടുക്കനായിരുന്നെങ്കിൽ ഞാനിപ്പോൾ സാർ പോയി ഇരിക്കാൻ പോകുന്ന കസേരയിൽ ഇരുന്നതിന്
ഈ പെട്ടി സാറിൻ്റെ തലയിൽ വീഴുന്നു. അതുകൊണ്ട് ഞാൻ ഏതായാലും കുറച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ചോദിക്കുന്ന പണം ഞാൻ തരാം. എൻ്റെ കൂട്ടുകാരൻ റിപ്പോർട്ടറോട് പറഞ്ഞു, പെട്ടിയെടുത്ത് എൻ്റെ തലേ വെക്കാം. അവൻ വെച്ചു. ഞാൻ കൊണ്ടുവന്നു സാറിൻ്റെ കാറിൽ വെച്ചു, കയ്യിൽ വെച്ചു. ഞാൻ ഇടത്തെ കൈ നീട്ടിയത് ഞാൻ നീട്ടിയത് വലത്ത് കൈയാണ്. ഞാൻ ഇടത്തനല്ല, വലത്തനുമല്ല. അപ്പോൾ ഞാൻ കൈ നീട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, എത്രതാണ് വേണം? ഞാൻ പറഞ്ഞല്ലോ, സാറിന് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ സാറിന് എത്ര കിട്ടുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സാറിന് തന്നെ ആ ഞെക്കുന്ന ഒരു യന്ത്രമുണ്ട്, അത് 3-4 ഞെക്കി വെച്ച് അതൊന്നും. അദ്ദേഹം പറഞ്ഞു, അതൊന്നും നോക്കുകയില്ല, നീ ചോദിക്കും. എന്നിട്ട് പറഞ്ഞു, നീ ചോദിക്കുന്ന തുക ഞാൻ തരാം. ഉടനെ ഞാൻ തൃപ്തനായി. ഞാൻ പറഞ്ഞു, സാറേ നന്ദി, ഞാൻ പോകുക. എനിക്ക് പണം വേണ്ട. വേണ്ട. അതെന്താ, നമ്മൾ തുടങ്ങിയപ്പോഴത്തെ രോഗമല്ല, പുതിയൊരു രോഗമാണ്. അന്ന് എന്നെ കൊണ്ട് ചുമടെടുപ്പിച്ച് അദ്ദേഹം അസ്വസ്ഥതയോട് പോവുകയും ഞാൻ പട്ടിണി കിടക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയിലാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ ആവശ്യത്തിന് തൻ്റെ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒരു സാറിനെയാണ് ഞാൻ കണ്ടത്. ഈ പുതിയ ഭൂമി, പുതിയ സാറിൻ്റെ മേൽ ഞാൻ സാറിൻ്റെ ആവശ്യം നിർവഹിച്ചു തരുന്നു. അതായത് ഈ പെട്ടി ഒന്നും എനിക്ക് തരാം, എനിക്ക് ഇന്നത്തേക്കുള്ള പണമില്ലേ. അതുകൊണ്ട് ഇതാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവരുടെ ആവശ്യം എൻ്റെ ധർമ്മമാണ്, എൻ്റെ കടമയായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ സാധിക്കുന്നത് നമ്മുടെ അയൽവാസിയെ ബന്ധുവായി തീർക്കാൻ ശ്രമിക്കാം. ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പോയി. എന്തിനാ പോയെന്ന് ഇപ്പം പറഞ്ഞാൽ വല്ല കാലം പോലീസുകാരോ എല്ലാം പിടിച്ചാലും, അതുകൊണ്ട് പറയുന്നില്ല. എന്നാൽ അവിടെ ഒരു കൊലക്കേസിൽ പ്രതിയായ ഒരു ആഫ്രിക്കക്കാരനുണ്ടായി. അവൻ എൻ്റെ പേർക്ക് എഴുത്തയച്ചു, തിരുമേനി, എനിക്ക് തിരുമേനിയെ കണ്ടെന്ന് സംസാരിക്കും, അതുകൊണ്ട് തിരുമേനി ഇവിടെ വരണം, എനിക്കിവിടെ നിന്ന് ഇറങ്ങി വരാൻ നോക്കുക. ഞാൻ പ്രസിഡന്റ് സൂപ്രണ്ടോടൊക്കെ ചോദിച്ച് അനുവാദമൊക്കെ വാങ്ങിച്ച് കാണാൻ ചെന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഐ ആം എ പ്രിസണർ ഇൻ ദിസ് ജയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ നോ ദാറ്റ്. അപ്പോൾ അവൻ പറഞ്ഞു, യു ഡു നോട്ട് നോ. ഞാൻ പറഞ്ഞു, ഐ നോ, ദാറ്റ് ഈസ് വൈ ഐ ഹാവ് ടേക്കൺ പെർമിഷൻ ഫ്രം ദി ജയിലർ ആൻഡ് കം ഹിയർ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പറയുന്ന കുഴപ്പം, അവിടെ പോലീസ് നിർത്തിയിട്ടുണ്ട്. ആ പോലീസുകാരൻ അങ്ങ് പോയി. തിരുമേനി സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഇവനോട് ഞാൻ തുടങ്ങിയാൽ അവനൊട്ട് കൊന്നേറ്റൊന്ന് കിടക്കുക. അപ്പം ഞാൻ ഒന്നും പിന്നെ തർക്കിക്കാൻ പോയി. എന്നാൽ അവൻ എന്നോട് പറഞ്ഞത് എന്താണ്, എനിക്ക് ഇവിടെ എല്ലാവരും മലയാളമാണ് സംസാരിക്കുന്നത്, എനിക്കറിയാൻ പാടില്ല. ഈ ജയിലിൽ എനിക്കൊരു കമ്മ്യൂണിറ്റി, എല്ലാവരെയും വിസിറ്റ് ചെയ്യാൻ ആളുകൾ വരും. എന്നെ വിസിറ്റ് ചെയ്യാൻ ആരുമില്ല. എൻ്റെ പിതാവ് വന്നു, പിന്നെ വരുന്നത് ബിഷപ്പാണ്. അത് ഞാൻ എഴുത്തയച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് സമൂഹത്തിൽ ഈ സമൂഹം നഷ്ടപ്പെട്ട ജയിലിൽ മനുഷ്യത്വം നഷ്ടപ്പെടുന്നതായ ഒരു സ്ഥിതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ബിഷപ്പ് ഇതിനൊരു പരിഹാരം പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ അറിയേണ്ടത്. മനുഷ്യൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടതാണ് പ്രശ്നം. അതിൻ്റെ കാര്യം എന്താ? അവൻ്റെ ആവശ്യം
നമ്മൾ നിർവഹിക്കും. അവനത് നിർവഹിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഇത് സാധിക്കും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കൂടെ നിശ്ചയിച്ചു നമുക്ക് കുറേ ആളുകളെ സഹായിക്കും. അപ്പോൾ അതിന് പണം എങ്ങനെ? ഞാൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടി ഒരു ദിവസം തേണ്ട, ആ കിട്ടുന്ന പണം ഇവർക്ക് കൊടുക്കുക, ഇവർ തെണ്ടൽ നിർത്തുക. ആ തെണ്ടൽ ജോലി നമ്മൾ തേക്കണം. അപ്പോൾ ഒരാൾ എണ്ണീട്ട് പറഞ്ഞു, അത് വളരെ കുഴപ്പമാകും തിന്മയിൽ. നമ്മൾ തെണ്ടി ഉണ്ടാക്കുന്ന പണം നമ്മുടെ കൂട്ടത്തിൽ വെച്ചാക്കി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അടിസ്ഥാന ആവശ്യം എല്ലാവർക്കും കേരളത്തിലുണ്ടാകുന്നത് ദൈവം കേരളീയ ജനങ്ങളെ പ്രേരിപ്പിക്കട്ടെ. അങ്ങനെ അടുത്ത ഈ ആണ്ട് അവസാനമാകുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ കേരളത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ട ആളുകളെ കൊണ്ട് നിറയുകയും കേരളം ദൈവത്തിൻ്റെ രാജ്യമായി തീരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾ. നന്ദി. മലയാള കവിതയുടെ വരപ്രസാദം മനുഷ്യസ്നേഹിയായ, പ്രകൃതി സ്നേഹിയായ നമ്മുടെ പ്രിയപ്പെട്ട കവയത്രി സുഗതകുമാരി ടീച്ചറെ നിറഞ്ഞ സന്തോഷത്തോടെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ശ്രീരാമകൃഷ്ണൻ, ആദരണീയനായ മുഖ്യമന്ത്രി, ആദരണീയനായ പ്രതിപക്ഷ നേതാവ്, ഗുരുജനങ്ങളെ, ഒരുപാട് പേരുടെ പേരെടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. വേണ്ടപ്പെട്ടവർ, ഞാൻ ബഹുമാനിക്കുന്നവർ, എനിക്ക് വഴികാട്ടി തന്നവരൊക്കെ കൂടെയുണ്ട്. എല്ലാവരെയും പ്രണമിക്കുന്നു. എൻ്റെ നാടിന് മംഗളം നേരുന്നു. ഇന്ന് നിങ്ങൾ കേരള ഗാനം ഇവിടെ കേട്ടു. വിളക്ക് കൊളുത്തിയപ്പോൾ കേട്ട കേരള ഗാനം ഐക്യ കേരള പിറവിക്ക് ഒരു 30-35 വർഷം മുമ്പ് ബോധേശ്വരൻ എന്ന പഴയ കോൺഗ്രസ്സുകാരൻ കവി എഴുതിയതാണ്. ഗാന്ധിനാമത്തിൽ എഴുതിയതാണ്. ആ കേരള ഗാനം എണ്ണ കേട്ടപ്പോൾ അവരുടെയൊക്കെ ഒരു മഹാസ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. 60 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ നേടി, എന്തൊക്കെ നേടാനുണ്ട്, എന്തൊക്കെ നേടിയെന്നുള്ള കാര്യമൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ചില കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടാനുണ്ട്. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു കൊള്ളാം. ആരോഗ്യം വളരെ മോശമാണ്. ഒന്ന്, വലിയ മഹാപുരുഷന്മാരുടെ നൂതനാശയങ്ങളുടെ ഒരു വേലിയേറ്റമുണ്ടായിരുന്ന കാലഘട്ടമാണ് കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം 3 കാര്യങ്ങളിലായിരുന്നു. ഊറ്റമാർന്നിതേ ഞങ്ങളെന്നും 3 കാര്യത്തെ ചൊല്ലി മലനാട്ട് മക്കൾ മറുനാട്ട് തോഴർ മുന്നിൽ ഊറ്റമാർന്നു. ഒന്ന്, നമ്മുടെ മഴ, നമ്മുടെ ജലസമൃദ്ധി, നമ്മുടെ നാട്ടുപച്ചപ്പ്, നാട് കാത്തു നിൽക്കുന്ന സഹ്യപർവ്വത ഗംഭീര ഗിരിനിരകളുടെ അഭൗമമായ ശാന്തി. അതായിരുന്നു ഏറ്റവും വലിയ അഭിമാനം. ഇന്ന് അതൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത്. വികസനം എന്നുള്ള ആ ഒരു ഭ്രമത്തിൻ്റെ കഠിനമായ, ഏറ്റവും ഭ്രമിപ്പിക്കുന്ന വിധത്തിലുള്ള ഉപഭോഗ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തിൽ കേരളം അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അരുതേ എന്നാണ് ഈ കവിക്ക് അപേക്ഷിക്കാനുള്ളത്. കേരളമായി നിലനിൽക്കണം. സഖ്യപർവ്വത നിരകൾ അതുപോലെ നിലനിൽക്കണം. ആയിരക്കണക്കിന് ലീഗൽ ആൻഡ് ഇല്ലീഗൽ പാറമടകൾ പർവ്വതനിരകളെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങൾ വെച്ച് ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, മാളുകൾ, വൻകിട പദ്ധതികൾ. നമുക്ക് വേണ്ടതാണോ ഇതൊക്കെ? ഹൂ ഈസ് ദ ബെനിഫിഷ്യറി എന്ന് ഗാന്ധി ചോദിച്ചു. ഹൂ ഈസ് ദ ബെനിഫിഷ്യറി? നിങ്ങൾ എന്ത് പദ്ധതി തുടങ്ങുമ്പോഴും ആരാണ് ഇതിൻ്റെ ഗുണഭോക്താവ് എന്ന് ചോദിക്കുക. അത്
പാവപ്പെട്ടവൻ, ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട ഗ്രാമീണന്റെ മുഖം മനസ്സിലേക്ക് ആവാഹിച്ചു വരുത്തുക. അവന് വേണ്ടിയല്ല എന്നുണ്ടെങ്കിൽ ദൂരത്തെറിഞ്ഞു കളയൂ അതിനെ. അങ്ങനെയാണെങ്കിൽ ദൂരത്തെറിഞ്ഞു കളയാൻ നമുക്ക് ഒരുപാടുണ്ട് ഇവിടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും നാടുവാഴുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ, ജനപ്രതിനിധികളുടെ എല്ലാം മുമ്പിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. കേരളത്തെ കേരളമല്ലാതാക്കരുത്. കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റരുത്. നമ്മുടെ 44 നദികളും മലിനമായി കഴിഞ്ഞു, വിഷമയമായി കഴിഞ്ഞു, മാലിന്യപൂർണമായി കഴിഞ്ഞു. നമ്മുടെ നദികൾ പണ്ടത്തെ പോലെ ശുചിയായി, ശുഭ്രമായി, രുചിയോടെ, അനുഗ്രഹദായിനികളായി ഒഴുകണം. അതിനനുവദിക്കണം എന്ന് വെച്ചാൽ അതിശക്തമായ നിയമങ്ങൾ കൊണ്ടുവരണം. മലയാളിയോട് വർത്തമാനം പറഞ്ഞാലൊന്നും പറ്റില്ല. ശിക്ഷാ നടപടി മാത്രമേ മലയാളിക്ക് മനസ്സിലാവൂ. കർശന നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ മലിനീകരണം തടയുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും തയ്യാറാകുമെന്ന് ഞാൻ ആശിക്കുന്നു. കേരളത്തിൻ്റെ പാറക്കുട്ടങ്ങളെയും വയലുകളെയും കേരളത്തിൻ്റെ അനന്തമായ ഇങ്ങനെ കടലിൻ്റെ പച്ചയാലകൾ പോലെ തിരതല്ലിക്കൊണ്ടിരുന്ന വയലേലകളെയും ഒക്കെ പറ്റി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രം. ഇതൊക്കെ ഒരു സ്വപ്നമായി കഴിഞ്ഞിരിക്കുന്നു. കൃഷിയെ പുനരുദ്ധരിക്കാൻ ആരംഭിച്ചിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആറന്മുള പുഞ്ചയിൽ പോയി വിത്തെറിഞ്ഞ കൈകളെ ഓർമ്മിച്ച് ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് ഞാൻ നന്ദി പറയുന്നു. ആറന്മുളക്കാർക്ക് വേണ്ടി മാത്രമല്ല, വയലുകളെ, ഒരുപിടി അന്നത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടും എല്ലാവരുടെയും പേരിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അവിടെ വന്ന് വിത്തെറിഞ്ഞ് ആറന്മുളയാക്കി സംരക്ഷിക്കാൻ അനുവദിച്ച ശ്രീ ബഹുമാന്യനായ കൃഷിമന്ത്രിയോടും ഞാൻ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭാഷയിൽ നന്ദി പറയുന്നു. പറയാൻ ഒരുപാടുണ്ട്. ഇനി മലയാളി ഊറ്റമാർന്ന 3 കാര്യത്തെപ്പറ്റി. ഒന്ന്, നമ്മുടെ പ്രകൃതി സൗന്ദര്യം, ദൈവത്തിൻ്റെ നാടെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം താറുമാറായി കിടക്കുകയാണ്. മലയാള ഭാഷയെ ശ്രേഷ്ഠ സിംഹാസനത്തിലിരുത്തി ഒരു വെയിലത്തിരുത്തിയിരിക്കുകയാണ്. അമ്മയ്ക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ നമ്മളൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. ചെയ്യുന്നതൊന്നും പോരാ. വള്ളത്തോളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പോരാ. നഴ്സറി ക്ലാസ്, പ്ലേ സ്കൂളുകളിൽ പോലും ഇംഗ്ലീഷ് നിർബന്ധമായി പഠിപ്പിക്കുന്ന ഒരു അമേരിക്കൻ മോഡൽ എന്നാണോ പറയേണ്ടത്? അമേരിക്കൻ മോഡൽ അറബിക്കടലെന്ന് വിളിച്ചു പറഞ്ഞ ഒരു പാർട്ടിയുടെ നേതാക്കൾ ഇരിക്കുന്നത് ഞാൻ പറയുകയാണ്. ഇത് സായിപ്പിൻ്റെ മോഡലല്ല നമുക്ക് വേണ്ടത്. ഇന്ത്യയുടെ മോഡൽ, കേരളത്തിൻ്റെ മോഡൽ, എഴുത്തച്ഛൻ്റെ മോഡൽ. അക്ഷരം പഠിപ്പിക്കുക, മലയാളം അക്ഷരം കുഞ്ഞുങ്ങളെ പ്ലേ സ്കൂളിൽ പഠിപ്പിക്കുക. 1 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് സ്വകാര്യ സ്കൂളുകളിൽ 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ തേടുന്നത്. ഒരുപാട് സ്കൂളുകൾ എനിക്കറിയാം. ടോക്ക് ഓൺലി ഇൻ ഇംഗ്ലീഷ് എന്ന് ചോറിൽ എഴുതിയിട്ടിരിക്കുന്നു. കേരളത്തിലാണിത്. തിരുവനന്തപുരത്തെ കാര്യം ഞാൻ പറയുകയാണ്, മറ്റു സ്ഥലങ്ങളിൽ അറിയില്ല. ടോക്ക് ഓൺലി ഇൻ ഇംഗ്ലീഷ് എന്ന് എഴുതിയിടാൻ ധൈര്യപ്പെടുന്ന സ്വകാര്യ സ്കൂളുകളുള്ള രാജ്യമാണിത്. ഇത് കേരളമാണ്, മലയാളിയുടെ നാടാണ്. അമ്മേ എന്ന് വിളിക്കാൻ നമ്മൾ പഠിപ്പിക്കുക, അമ്മയെ ആരാധിക്കാൻ പഠിപ്പിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. മലയാളത്തിൻ്റെ സിംഹാസനത്തിലിരുത്തുവാൻ, ആദരിക്കുവാൻ. എന്തോ അമ്മയെ മറന്നുപോയ മലയാളിയെ ഒന്ന് ഉത്തേജിപ്പിച്ച് ഉണർത്തുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മൂന്നാമതൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ നമ്മൾ ഊറ്റമാർന്നത് 3 കാര്യത്തെ ചൊല്ലി. ഇവിടെ വർഗീയതയില്ലായിരുന്നു. ഇവിടെ ജാതി മതങ്ങളുടെ പേരിൽ നമ്മൾ പോരടിച്ചിട്ടില്ല. പാർട്ടിയുടെ പേരിൽ നമ്മൾ പോരടിച്ചിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ പറഞ്ഞു തീർക്കുകയായിരുന്നു പതിവ്. പ്രത്യേകിച്ച് പാവങ്ങൾ, അവരുടെ ഇടയിൽ ഈ കഠിനമായ മതചിന്തയില്ലായിരുന്നു. ഇപ്പോൾ വർഗീയത അങ്ങേയറ്റ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു എന്ന് ഞാൻ ഒരു മുന്നറിയിപ്പ് തരികയാണ്. ഇറ്റ്സ് എ വാർണിംഗ്. ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു വാർണിംഗ് ആണിത്. നിങ്ങളെയൊക്കെ കാണാനും സംസാരിക്കാനൊന്നും എനിക്ക് ഇനി അവസരം കിട്ടില്ല, അത്രയ്ക്ക് വയ്യാതായിട്ടുണ്ട്. എങ്കിലും എൻ്റെ അവസാനത്തെ വാർണിങ്ങിൽ ഒന്നാണിത്. നമ്മുടെ പ്രകൃതി, നമ്മുടെ ഭാഷ, നമ്മുടെ വിദ്യാഭ്യാസം, മലയാളിയുടെ സംസ്കാരം, ഇതിനൊക്കെ അപ്പുറമായി സമാധാനാന്തരീക്ഷം. ഇവിടെ ചോര വീഴാൻ പാടില്ല. മതത്തിൻ്റെ പേരിലായാലും, ദളിതരുടെയും സവർണരുടെയും പേരിലായാലും, പാർട്ടികളുടെ പേരിലായാലും, വിശ്വാസങ്ങളുടെ പേരിലായാലും ഇവിടെ ചോര വീഴാൻ പാടില്ല. ഇന്ന് വീണത് ആരുടെ മകൻ
എൻ്റെ മകനാണോ എന്ന് ഒരമ്മയും നിലവിളിക്കാൻ പാടില്ല കേരളത്തിൽ. അത് നിർബന്ധമായി എല്ലാ കക്ഷികളും ആ ഒരു ഉറപ്പിൽ എത്തിച്ചേരണം. അതൊരു നിയമമാക്കണം, അതൊരു വിശ്വാസ പ്രമാണമാക്കണം, അതൊരു ഈശ്വരാജ്ഞയാക്കണം, അത് അമ്മയുടെ ആജ്ഞയായി കേരളത്തിൻ്റെ ആജ്ഞയായി കൈക്കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പ്രകൃതിയെ സംരക്ഷിക്കുക. ശ്രീ രമേശ് ചെന്നിത്തല ഞങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എത്ര വർഷമായി? 40 വർഷമായി 2 കൈ ഉയർത്തി പണ്ട് വേദവ്യാസൻ പറഞ്ഞ പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കാടുകൾ, നമ്മുടെ പുഴകൾ, നമ്മുടെ വയലുകൾ, നമ്മുടെ കുന്നുകൾ എല്ലാം ഇടിച്ചു നിരത്തി വൻ പണക്കാർ, കോർപ്പറേറ്റുകൾ, വൻ മുതലാളിമാർ അവരുടെ കോൺക്രീറ്റൈസേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. കൾച്ചർ ഉണ്ടാക്കുകയല്ല, കോൺക്രീറ്റൈസേഷനാണ്. അതിനപ്പുറമായി ഒരു കാഴ്ചപ്പാടുണ്ടാകാൻ നമുക്ക് സാധിക്കണം. സമാധാനം ഉണ്ടാകട്ടെ, നാട്ടുപച്ചപ്പ് തിരിച്ചു വരട്ടെ, നമ്മുടെ പുഴകൾ തെളിഞ്ഞൊഴുകട്ടെ, നമ്മുടെ മലയാള ഭാഷ കുഞ്ഞുങ്ങളുടെ നാവിൽ തെളിഞ്ഞൊഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കേരളത്തിന് സർവമംഗളങ്ങളും. നന്ദി. അടുത്ത ആശംസാ പ്രസംഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ. സമയപരിമിതി മൂലം പ്രസംഗങ്ങൾ ചുരുക്കണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. ആശംസകൾ അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീ KM മാണി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ സ്പീക്കർ ശ്രീ രാമകൃഷ്ണൻ അവരുടെ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ശ്രീ രമേശ് ചെന്നിത്തല, ബഹുമാന്യനായ അഭിമന്യ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി, ശ്രീമതി സുഗതകുമാരി, ശ്രീ E. ചന്ദ്രശേഖരൻ, ശ്രീമതി PT ഉഷ, പ്രിയമുള്ളവരെ, സ്നേഹിതരെ, ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ O. രാജഗോപാൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ വളരെ ഹ്രസ്വമായി 1-2 കാര്യങ്ങൾ മാത്രം പറയട്ടെ. കേരളപ്പിറവിയുടെ 60ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് കഴിഞ്ഞ 60 വർഷക്കാലം കേരളത്തിലുണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ്. കേരളം പാലാ നാരായണൻ നായരുടെ മഹാകവി പാലാ നാരായണൻ നായരുടെ 2 വരികൾ. കേരളം വളരുന്നു പശ്ചിമഘട്ടം കടന്നും കയറിയും ഇറങ്ങിയും അന്യമാം ദേശങ്ങളിലേക്ക്. ഇന്ന് ലോകരാജ്യങ്ങളിൽ എവിടെ ചെന്നാലും കേരളീയരുണ്ട്, കേരളീയ സമൂഹമുണ്ട്. അങ്ങനെ കേരളം ഒരു ലോക സമൂഹമായി മാറിയിരിക്കുന്നു. എത്രയോ വളർച്ചയാണ് നമുക്കുണ്ടായിരിക്കുന്നത്. ലോക സംസ്കാരം, കേരള സംസ്കാരം ലയിച്ചിരിക്കുന്ന ലോക സംസ്കാരത്തെ സ്വാംശീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മഹത്തായ ആർഷ സംസ്കാരം ഉണ്ടെങ്കിലും, അതാണ് നമ്മുടെ ഭാഗമെങ്കിലും, ലോക സംസ്കാരവും കൂടി നമുക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ലോകത്തെവിടെയുമുള്ള നമ്മുടെ കേരളീയർ അവരുടെ മാതൃരാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു, ആ സ്നേഹം അവർ പങ്കുവയ്ക്കുന്നു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. അപ്പോൾ പ്രവാസി മലയാളികൾ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നൽകിയിട്ടുള്ള സംഭാവനകൾ എത്രയോ വലുതാണ്, അത് ഞാൻ സ്മരിക്കുകയാണ്. കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ നമുക്ക് നേട്ടങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ വളരെയേറെ കോട്ടങ്ങളാണ്. നമ്മുടെ ഭരണഘടനയിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് സെക്യൂർ ജസ്റ്റിസ് ടു ഓൾ സിറ്റിസൺസ്, ജസ്റ്റിസ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ആ നീതി, സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ നീതി ഇന്ന് എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സമൂഹത്തിലെല്ലാം നീതി നിഷേധിക്കപ്പെടുകയാണ്. ഓരോ നിമിഷവും നീതി നിഷേധിക്കപ്പെടുന്നു, ഓരോ രംഗങ്ങളിലും. അത് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത് നീതി നിഷേധത്തിനെതിരെ ശക്തമായി നിലകൊള്ളുവാൻ നമ്മുടെ സമൂഹത്തിന് കഴിയണം. നീതി നിഷേധിക്കപ്പെടുന്നവരുടെ ഭാഗം ചേർന്നുകൊണ്ട് നീതി നിഷേധിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്തുന്ന, അങ്ങനെയുള്ള ശക്തികളെ പരാജയപ്പെടുത്തുന്നതിന് നമുക്ക് കഴിയണം. അതുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കുവാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ
ആശംസകളും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.